സോ നമ്മുടെ ക്വാളിറ്റി ഓഫ് വാട്ടറിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കി. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ രണ്ടെണ്ണമാണെന്ന് പറഞ്ഞത്, pH അതുപോലെ തന്നെ ഹാർഡ്നെസ്സും, pH പിന്നെ എന്തായിരുന്നു പറഞ്ഞത്, സോളിഡ്സിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഹാർഡ്നെസ്സാണ്. ഓക്കെ, ഹാർഡ്നെസ് എന്താണെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു ടേമാണ് അല്ലേ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ വിച്ച് പ്രിവെൻറ്റ്സ് ഫോർമേഷൻ ഓഫ് ലേതർ വിത്ത് സോപ്പ്. അതായത് സോപ്പ് പതയത്തില്ല. ഹാർഡ് വാട്ടറിലാണെങ്കിൽ സോപ്പ് പതയുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് ആരാണ്? കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. കോസ്ഡ് ബൈ ഡൈവാലൻ്റ് മെറ്റാലിക് കാറ്റയോൺസ്. ചില സമയത്ത് ഡൈവാലൻറ്റും ചില സമയത്ത് ട്രൈവാലൻറ്റ് കാറ്റയോൺസും എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കാറ്റയോൺസ്? Ca2+, Mg2+, Fe2+, Mn2+, Sr2+, Al3+. സോ ഇവിടെ എന്താണ് വാലൻസ് നിങ്ങൾ നോക്കുക കണ്ടറിയാം 3 ആണ് വരുന്നത്. അതുകൊണ്ടാണ് അത് ട്രൈവാലൻറ്റ് കാറ്റയോൺ ആയത്. ഇവിടെയൊക്കെ എത്രയാണ് വാലൻസി? 2 ആണ് വരുന്നത്. സോ ദേ ആർ ഡൈവാലൻ്റ് കാറ്റയോൺ. അപ്പോൾ ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് മോസ്റ്റ്ലി ഡൈവാലൻ്റ് കാറ്റയോൺസ് ആണ്. ആൻഡ് സംടൈംസ് ട്രൈവാലൻ്റ് കാറ്റയോൺസും എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. ട്രൈവാലൻ്റ് കാറ്റയോണിൻ്റെ എക്സാമ്പിൾ പറയുന്നത് Al3+ ആണ്. ഓക്കെ, ഈ കാറ്റയോൺസ് എന്ത് ചെയ്യും, ആനയോൺസുമായിട്ട് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആനയോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന എന്താണ് സബ്സ്റ്റൻസസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ കാറ്റയോൺസ് എന്ത് ചെയ്യും, വെള്ളത്തിലുള്ള ആനയോൺസുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇറ്റ് പ്രൊഡ്യൂസസ് ഹാർഡ്നെസ് കോസിങ് സബ്സ്റ്റൻസ്. ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ അത്രയും കാറ്റയോൺസിനെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ആനയോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഹാർഡ്നെസ്സിന് കാരണം വന്ന ആനയോൺസ് എന്ന് HCO3-, CO3-, അത് ബൈകാർബണേറ്റ് അയോൺസ്, കാർബണേറ്റ് അയോൺ, സൾഫേറ്റ്, ക്ലോറൈഡ്. ഓക്കെ, വെൻ ദിസ് നമ്മുടെ ഈ ഒരു ഇത്രയും സാധനങ്ങൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ദേ കോസ് വെരി നെഗ്ലിജിബിൾ ഹാർഡ്നെസ്, സോ നെഗ്ലക്റ്റഡ്. അപ്പോൾ ഈ ഇത്രയും ഇതെന്ന് പറയുന്നത് എന്താണ്, ഹാർഡ്നെസ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഹാർഡ്നെസ് മാത്രമേ ഇത് ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ. മെയിനായിട്ട് ഹാർഡ്നെസ്സിന് ഉണ്ടാക്കുന്നത് ആരാണ്? കാൽഷ്യം Ca2+, Mg2+ ആണ് എന്താണ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ Ca2+, Mg2+ കാർബണേറ്റും ബൈകാർബണേറ്റുമായിട്ടാണ് എന്താണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് കാർബണേഷ്യസ് ഹാർഡ്നെസ്. എന്തുകൊണ്ടാണ്? അതിൽ കാർബൺ ആറ്റം ഉണ്ടല്ലോ, കാർബൺ പ്രസൻ്റ് ആണ്. സോ കാൽഷ്യവും മഗ്നീഷ്യവും കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സുമായി ചേർന്ന് ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത് കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് വിളിക്കാം. ഈ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെമ്പററി ഹാർഡ്നെസ്. നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഹാർഡ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് സോഫ്റ്റ് ആക്കാൻ പറ്റും ടെമ്പററി ഹാർഡ് ആണെങ്കിൽ. ഇനി ഈ കാൽഷ്യം മാഗ്നീഷ്യം SO4 സൾഫേറ്റും ക്ലോറൈഡും ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നോൺ കാർബണേഷ്യസ് അല്ലെങ്കിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം, ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൾഫേറ്റ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. ഓക്കെ അല്ലേ? ടോട്ടൽ ഹാർഡ്നെസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ ആൽക്കലിനിറ്റിയിലൊക്കെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും. അതായത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ നോയിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ആൻഡ് Mg2+. ഓക്കെ, ആ വാട്ടറിൽ എന്തുമാത്രം കോൺസെൻട്രേഷനിൽ Ca2+ഉം Mg2+ഉം ഉണ്ട്. അതുപോലെ അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഹാർഡ്നെസ് എസ്റ്റിമേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് mg/L ആ CaCO3. അതായത് നമ്മൾ ആൽക്കലിനിറ്റി എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഹാർഡ്നെസ്സും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ കാൽഷ്യവും മഗ്നീഷ്യവും കാരണമാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് അവിടെ ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. സോ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് CaCO3. എത്രയാണ് ഇക്വലന്റ് വെയിറ്റ് ഓഫ് CaCO3? ഇറ്റ് വാസ് 50. ആൻഡ് ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത് എത്ര വരും? ഇറ്റ് ഈസ് 20. എങ്ങനെയാണ് ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ്. കാൽഷ്യത്തിൻ്റെ മോളിക്കുലർ വെയിറ്റ് വരുന്ന 40 ആണ്. അത് ഡിവൈഡഡ് ബൈ 2. വാലൻസി എത്രയാണ്? കാൽഷ്യം Ca2+ എന്നല്ലേ അയോൺസ് ആയി മാറുന്നത്. സോ 40/2 ദാറ്റ് ഈസ് 20. അപ്പോൾ 20 ആണെന്ന് പറഞ്ഞാൽ ഇക്വലന്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതേ പ്ലസ് ഇനി കോൺസെൻട്രേഷൻ ഓഫ് മഗ്നീഷ്യം ഉണ്ട് ഇൻറ്റു എന്താണ് ഇക്വലന്റ് വെയിറ്റ് ഓഫ് എന്താണ് CaCO3 ഡിവൈഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് മഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്താണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയത്. നമ്മൾ പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചത് എന്താണ്, കാൽഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു 50/20 പ്ലസ് മഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു 50/12. 12 എന്ന് പറയുന്നത് ഇക്വലന്റ് വെയിറ്റ് ഓഫ് മഗ്നീഷ്യമാണ്.
ഓക്കെ. ഇനി ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിൻ്റെയൊക്കെ സമ്മാണ്? കാർബണേഷ്യസ് ഹാർഡ്നെസ്സിൻ്റെയും നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്സിൻ്റെയും സമ്മാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി നമുക്കിപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ്സിൻ്റെയും ടോട്ടൽ ആൽക്കലിനിറ്റിയുടെയൊക്കെ വാല്യൂ തന്നിരുന്നാൽ കാർബണേഷ്യസ് ഹാർഡ്നെസ്സും നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്സും എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ. എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ ഹാർഡ്നെസ്സും തന്നിട്ടുണ്ട്, ടോട്ടൽ ആൽക്കലിനിറ്റി ഓഫ് ദ ഗിവൺ വാട്ടറും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടോട്ടൽ ഹാർഡ്നെസ്സും ടോട്ടൽ ആൽക്കലിനിറ്റി ഓഫ് ദ ഗിവൺ വാട്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? കാർബണേഷ്യസ് ഹാർഡ്നെസ്സും കണ്ടുപിടിക്കാം, നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്സും കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് കാർബണേഷ്യസ് ഹാർഡ്നെസ് ആൻഡ് നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ്. അതായത് നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിച്ചു ആൻഡ് ടോട്ടൽ ആൽക്കലിനിറ്റിയും കണ്ടുപിടിച്ചു. വെൻ TH ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദൻ TA ആണെന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ ആൽക്കലിനിറ്റി ആണെങ്കിൽ അവിടുത്തെ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ആൽക്കലിനിറ്റി. ഓക്കെ. എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ആൽക്കലിനിറ്റിയേക്കാളും കൂടുതലാണ്, ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാർബണേഷ്യസ് ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ആൽക്കലിനിറ്റി. ആൻഡ് നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് നമുക്കറിയാം എത്രയാണ്, അതിൽ നിന്നും ടോട്ടൽ TA അല്ലെങ്കിൽ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതി TA ആണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ കണ്ടീഷൻ മറക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷനാണ്. വെൻ TH അത് ടോട്ടൽ ഹാർഡ്നെസ് ഗ്രേറ്റർ ദൻ ടോട്ടൽ ആൽക്കലിനിറ്റി ആണെങ്കിൽ കാർബണേഷ്യസ് ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ആൽക്കലിനിറ്റി. നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് കാർബണേറ്റ് ഹാർഡ്നെസ്. കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ TA ആണ്, അതാണ് നമ്മളിവിടെ TA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. വെൻ TH അത് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ ആൽക്കലിനിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹാർഡ്നെസ്. ഓക്കെ. രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കുറഞ്ഞ വാല്യൂ എപ്പോഴും എന്താണ്? കുറഞ്ഞ വാല്യൂ ആണ് എടുക്കുന്നത്. ഈ ഫസ്റ്റ് ഈ ഒരു ഇതിലും കുറഞ്ഞ വാല്യൂ ഏതാണ്? TA ആയിരുന്നു. സോ അത് കാർബണേഷ്യസ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ TA ആയിട്ട് എടുത്തു. ഈ ഒരു കേസിൽ കുറഞ്ഞ വാല്യൂ ഏതാണ്? TH ആണ്. സോ കാർബണേഷ്യസ് ഹാർഡ്നെസ് TH ആയിട്ട് എടുത്തു. ഇനി ഇവിടെ നോർമൽ ഹാർഡ്നെസ് നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് എത്രയാണ്? അപ്പോൾ ഇവിടെ NCH, അതായത് ടോട്ടൽ ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു കാർബണേഷ്യസ് ഹാർഡ്നെസ്. അപ്പോൾ ഇനി അവിടെ നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് ഉണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഈ കണ്ടീഷൻ നോക്കുമ്പോൾ എവിടെയാണോ ഈ ലെസ് ദാൻ, അതായത് ഏതാണോ ചെറുത്, TH ഗ്രേറ്റർ ദാൻ TA എന്ന് എഴുതിയിരുന്നാൽ TA ആണ് ചെറുത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു കാർബണേഷ്യസ് ഹാർഡ്നെസ്. കാർബണേഷ്യസ് ഹാർഡ്നെസ്സും അറിയാം, ടോട്ടൽ ഹാർഡ്നെസ് അറിയാമെങ്കിൽ നോൺ കാർബണേഷ്യസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ അതേപോലെ ഏതാണ് ചെറുത്? TH ആണ് ചെറുത്. സോ CH എന്ന് പറയുന്നത് കാർബണേഷ്യസ് ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹാർഡ്നെസ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് ഉണ്ടോ? പിന്നെ അവിടെ ഇല്ല, 0 ആണ് വരുന്നത്. ഇനി ഈ വെള്ളം ഹാർഡാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ. വെള്ളം ഹാർഡാണ്, അങ്ങനെ എന്ത് ചെയ്യും? കൊറോഷൻ സംഭവിക്കും. ഓക്കെ. പൈപ്പുകളിലൊക്കെ കൊറോഷന് കാരണമാകും ഹാർഡ്നെസ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സോപ്പ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യേണ്ടി വരും? ഇൻക്രീസ് ചെയ്യേണ്ടി വരും. കാരണം ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു പ്രിവെൻറ്റ് ലേതർ ഓഫ് സോപ്പ്, അല്ലേ? സോപ്പ് പതയുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനേക്കാളും ഒരുപാട് വലിയ ഹൈ കോൺസെൻട്രേഷനുള്ള സോപ്പ് സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇനി ബിറ്റർ ടേസ്റ്റ്, ഹാർഡ്നെസ് കൂടുതലാണെങ്കിൽ എന്തുണ്ടാവും? ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. സ്കെയിലിംഗ് ഇൻ ബോയിലേഴ്സ്. ഓക്കെ. ഹാർഡ്നെസ് കാരണം മെയിനായിട്ട് എന്തെങ്കിലും സ്കെയിലിംഗ് ഇൻ ബോയിലേഴ്സ്, ബിറ്റർ ടേസ്റ്റ്, ഇൻക്രീസ് ഇൻ സോപ്പ് കോൺസെൻട്രേഷൻ ആൻഡ് കൊറോഷനാണ് ഉണ്ടാകുന്നത്. ഇനി ഹാർഡ്നെസ് നമ്മൾ മെഷർ ചെയ്യുന്ന മെത്തേഡ്, EDTA മെത്തേഡ്. EDTA എന്ന് പറഞ്ഞാൽ എന്താണ്? എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, അതാണ് EDTA. സോ EDTA മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൈട്രൻ്റ് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ EDTA. ഓക്കെ. നമ്മൾ EDTA മെത്തേഡിൽ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് EDTA മെത്തേഡ്. EDTA മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈട്രൻ്റ് ഏതാണ്? EDTA തന്നെയാണ്, എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഈ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക, ഇത് ചോദിച്ചിട്ടുണ്ടോ? ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? എറിക്രോം ബ്ലാക്ക് ടീ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന കളർ ചേഞ്ച് എന്ന് പറയുന്നത് വൈൻ റെഡിൽ നിന്നും ബ്ലൂ ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഹാർഡ്നെസ്സിൽ നമ്മൾ ചെയ്യുന്ന ഹാർഡ്നെസ് മെഷർ ചെയ്യുന്ന ഏത് മെത്തേഡ് വെച്ചിട്ടാണ്? EDTA മെത്തേഡാണ്. സോ അവിടുത്തെ ടൈട്രൻ്റ് ഏത് തന്നെയാണ്? EDTA എന്ന് പറഞ്ഞാൽ എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. ദെൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എറിക്രോം ബ്ലാക്ക് ടീ ആണ്. ദെൻ കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വൈൻ റെഡിൽ നിന്നും ബ്ലൂയിലേക്കാണ്.
ഓക്കെ. ഇനി നമ്മുടെ ഹാർഡ്നെസ്സിൻ്റെ വാല്യൂ വെച്ച് നമുക്ക് വാട്ടറിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ഹാർഡ്നെസ് ലെസ് ദാൻ 75 മില്ലിഗ്രാം പെർ ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും. ഹാർഡ്നെസ് ലെസ് ദാൻ 75 മില്ലിഗ്രാം പെർ ലിറ്റർ ആണെങ്കിൽ എന്താണ്? വാട്ടർ സോഫ്റ്റ് ആണ്. ഇനി 75 to 150, അതായത് 75ൻ്റെ ഇരട്ടി എത്രയാണ്? 150. 75 മുതൽ 150 വരെയാണെങ്കിൽ എത്രയാണ്? മീഡിയം ഹാർഡ് ആണ്. ദെൻ 150യുടെ ഇരട്ടി എത്രയാണ്? 300. സോ 150 to 300 മില്ലിഗ്രാം പെർ ലിറ്റർ ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഹാർഡ് വാട്ടർ. ആൻഡ് ഗ്രേറ്റർ ദാൻ 300 ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് വെരി ഹാർഡ് വാട്ടർ. അപ്പോൾ ഹാർഡ്നെസ്സിൻ്റെ ബേസിൽ നമുക്ക് വാട്ടറിനെ സോഫ്റ്റ് എന്ന് പറയണമെങ്കിൽ ലെസ് ദാൻ 75 മില്ലിഗ്രാം പെർ ലിറ്റർ ആയിരിക്കണം ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ. മീഡിയം ഹാർഡ് ആണെങ്കിൽ 75 to 150, ദെൻ 150 to 300. ഈ എന്താണ് ഗ്രേറ്റ് ഡബിൾ എടുത്താൽ മതി. 75ൻ്റെ ഡബിൾ 150, 150യുടെ ഡബിൾ 300. ഓക്കെ. ഗ്രേറ്റർ ദാൻ 300 ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് വാട്ടർ. ഓക്കെ. ഇനി ഹാർഡ്നെസ്സിൻ്റെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് നമ്മൾ പറയുന്നുണ്ട്. അതായത് ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 200 മില്ലിഗ്രാം പെർ ലിറ്ററും ഓൾഡ് വാല്യൂ 300 മില്ലിഗ്രാം ആണ്. ഓക്കെ. ഓൾഡ് വാല്യൂ എത്രയാണ്? 300. ന്യൂ വാല്യൂ 200 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഹാർഡ്നെസ്സിൻ്റെ ഡ്രിങ്കിങ് വാട്ടർ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഓൾട്ടർനേറ്റ് സോഴ്സ്, അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ അക്സെപ്റ്റബിൾ വാല്യൂ ആണ്. എന്താണ്? അക്സെപ്റ്റബിൾ വാല്യൂ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? പെർമിസിബിൾ വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ. പെർമിസിബിൾ വാല്യൂ. പെർമിസിബിൾ എത്രയാണ് പറയുന്നത്? 600 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് പറയുന്നത്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഫോർ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഓൾഡ് വാല്യൂ 300 മില്ലിഗ്രാം പെർ ലിറ്റർ, ന്യൂ വാല്യൂ 200 മില്ലിഗ്രാം പെർ ലിറ്റർ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഓൾട്ടർനേറ്റ് സോഴ്സ് ഇറ്റ് ഈസ് 600 മില്ലിഗ്രാം പെർ ലിറ്റർ. ഓക്കെ. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓഡ് വൺ ഏതാണെന്ന് ചോദിക്കുന്നത്. കാൽഷ്യം കാർബണേറ്റ്, MgHCO3, CaCl2, CaHCO3 ട്വൈസ്. ഏതാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്? ഇത് CaCl2. കാരണം ബാക്കിയെല്ലാം എന്താണ്? കാർബൺ കണ്ടെയ്നിങ് ആണ്. സോ ഇറ്റ് ഈസ് എ കാർബണേഷ്യസ് ഹാർഡ്നെസ് ആണ് ബാക്കിയെല്ലാം ഉണ്ടാക്കുന്നത്. CaCl2 എന്തായിരിക്കും? ഒരു പെർമനൻറ്റ് ഹാർഡ്നെസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ ഓപ്ഷൻ എന്നാണ് C. ഇനി സോഡിയം നമ്മൾ പഠിച്ചു. ഇനി കാൽഷ്യം Mg2+ഉം അതുപോലെ Ca2+ഉം ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ട് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇത് കൂടാണ്ട് നമ്മുടെ സോഡിയം ഇല്ലേ, സോഡിയം അതിൻ്റെ വാലൻസ് എത്രയാണ്? 1 ആണ്. ഓക്കെ. സോഡിയത്തിൻ്റെ വാലൻസ് 1 ആണ്. ഈ സോഡിയം എന്ത് ചെയ്യുന്നുണ്ട്? സ്യൂഡോ ഹാർഡ്നെസ് വാട്ടറിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. സോഡിയം എന്ത് ചെയ്യുന്നുണ്ട്? സ്യൂഡോ ഹാർഡ്നെസ് വാട്ടറിൽ ഉണ്ടാക്കുന്നുണ്ട്. അത്രയും അറിഞ്ഞിരുന്നാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഓക്കെ. ഇനി ലീസ്റ്റ് സോളബിൾ കോമ്പൗണ്ട് ദാറ്റ് കോസസ് ഹാർഡ്നെസ് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് CaCO3 ആൻഡ് MgOH ട്വൈസ്. CaCO3യും MgOH ട്വൈസും എന്താണ്? ലീസ്റ്റ് സോളബിൾ കോമ്പൗണ്ട് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഹാർഡ്നെസ് ഉണ്ടാക്കും. ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന ഏറ്റവും ലീസ്റ്റ് സോളബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഏതാണെന്ന് ചോദിച്ചാൽ CaCO3 ആൻഡ് MgOH ട്വൈസ്. ഇനി ഇഫ് ദ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 300 മില്ലിഗ്രാം പെർ ലിറ്റർ ആൻഡ് ടോട്ടൽ ആൽക്കലിനിറ്റി 500 മില്ലിഗ്രാം പെർ ലിറ്റർ, ഫൈൻഡ് ദ പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതൊന്നും ഓർക്കണ്ട. ജസ്റ്റ് ടോട്ടൽ ആൽക്കലിനിറ്റി എന്താണ്? ടോട്ടൽ ആൽക്കലിനിറ്റിയും ടോട്ടൽ ഹാർഡ്നെസ്സും ഞാൻ എഴുതുവാണ്. ഓക്കെ. ഇതിൽ ഏതാണ് വലുതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറുത് ഏതാണ്? ടോട്ടൽ ഹാർഡ്നെസ് 300 ആണ്, ടോട്ടൽ ആൽക്കലിനിറ്റി 500 ആണ്. സോ ടോട്ടൽ ആൽക്കലിനിറ്റി ഗ്രേറ്റർ ദാൻ TH അല്ലേ. സോ ലെസ് ദാൻ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? TH ആണ്. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ട് ഈസ് ഈക്വൽ ടു കാർബണേഷ്യസ് ഹാർഡ്നെസ്. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് കാർബണേഷ്യസ് ഹാർഡ്നെസ്സിന് ഈക്വൽ ആണെങ്കിൽ ദെൻ നോൺ കാർബണേഷ്യസ് ഹാർഡ്നെസ് ഉണ്ടോ? ഇല്ല, 0 ആണ്. ഓക്കെ. 0. ദെൻ അടുത്ത് വരുന്ന നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ്സിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ. അപ്പോൾ ക്ലോറൈഡ്സ് എങ്ങനെയാണ് നമ്മൾ സാധാരണ വാട്ടറിൽ കാണുന്നത്? ഇൻ ദ ഫോം ഓഫ് NaCl ആയിട്ടാണ് ക്ലോറൈഡ്സ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇൻ excess കോൺസെൻട്രേഷൻ ഇറ്റ് കോസസ് ഇൻക്രീസ് ഇൻ BP, കിഡ്നി ട്രബിൾ. ഓക്കെ. നമ്മൾ ഈ NaCl അല്ലെങ്കിൽ ക്ലോറൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാക്കും? BP കൂടാൻ കാരണം, അതുപോലെ തന്നെ കിഡ്നിയൊക്കെ ട്രബിൾ ആവും. ഓക്കെ. ഇനി ക്ലോറൈഡ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഏതാണ്? മോഴ്സ് മെത്തേഡ്. നമ്മൾ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്തായിരുന്നു? EDT മെത്തേഡ് ആയിരുന്നു. അവിടെ യൂസ് ചെയ്യുന്ന ടൈറ്ററിൻ്റെ ഏതായിരുന്നു? EDT, അതായത് എഥിലീൻ ഡയമീൻ ടെട്രാഅസറ്റിക് ആസിഡ്. അവിടുത്തെ ഇൻഡിക്കേറ്റർ എറിക്രോം ബ്ലാക്ക് ടീ. പിന്നെ എന്തുവാണ് അവിടെ പറഞ്ഞത്? എറിക്രോം ബ്ലാക്ക് ടീ ഇത് പറഞ്ഞു. ദെൻ വേറെ എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ. കളർ ചേഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. വൈൻ റെഡ് മുതൽ
ബ്ലൂ കളർ. അപ്പോൾ അതുപോലെ ഇവിടെ ക്ലോറൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മോസ് മെത്തേഡാണ്. ഏതാണ്? മോസ് മെത്തേഡാണ് ക്ലോറൈഡ് കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്ലോറൈഡിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ മോസ് മെത്തേഡിൽ ടൈട്രൻ്റ് ഏതാണ്? സിൽവർ നൈട്രേറ്റ്. മോസ് മെത്തേഡിൽ ടൈട്രൻ്റ് ഏതാണ്? സിൽവർ നൈട്രേറ്റ്. മോസ് മെത്തേഡിൽ ടൈട്രൻ്റ് സിൽവർ നൈട്രേറ്റ് ആണ്. ഇനി അവിടുത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്രോമേറ്റ്. സിൽവർ നൈട്രേറ്റ് ടൈട്രൻറ്റും പൊട്ടാസ്യം ക്രോമേറ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്ററാണ്. സിൽവർ നൈട്രേറ്റ് ടൈട്രൻറ്റും പൊട്ടാസ്യം ക്രോമേറ്റ് അവിടുത്തെ ഇൻഡിക്കേറ്റർ. ഇനി കളർ ചേഞ്ച് എങ്ങനെയാണ്? യെല്ലോ ടു ബ്രിക്ക് റെഡ്. യെല്ലോയിൽ നിന്നും എന്താവണം? അത് ബ്രിക്ക് റെഡ് കളറിലായാൽ അതാണ് കളർ ചേഞ്ച് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഇൻഡിക്കേറ്റർ ഏതാണ്? പൊട്ടാസ്യം ക്രോമേറ്റ് ആണ്. ആൻഡ് അവിടുത്തെ ടൈട്രൻ്റ് എന്ന് പറഞ്ഞാൽ സിൽവർ നൈട്രേറ്റ്. നമ്മുടെ ഹാർഡ്നെസ് EDTA നമ്മൾ കളർ ചേഞ്ച് എന്തായിരുന്നു? ഇറ്റ് ഈസ് വൈൻ റെഡിൽ നിന്നും ബ്ലൂ ആവുന്നതായിരുന്നു EDTA മെത്തേഡിൽ. മോസ് മെത്തേഡിൽ കളർ ചേഞ്ച് യെല്ലോ ടു ബ്രിക്ക് റെഡ് ആവുന്നതാണ് കളർ ചേഞ്ച്. അപ്പോൾ ഇവിടുത്തെ ക്ലോറൈഡ്സിൽ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കണം കേട്ടോ. NaCl രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നതെന്ന്. അത് കഴിഞ്ഞ് പഠിക്കേണ്ടത് മോസ് മെത്തേഡ്, അവിടുത്തെ ടൈട്രൻ്റ് സിൽവർ നൈട്രേറ്റ്, ഇൻഡിക്കേറ്റർ പൊട്ടാസ്യം ക്രോമേറ്റ്, യെല്ലോ ടു ബ്രിക്ക് റെഡ് കളർ. ഓക്കെ, യെല്ലോ ടു ബ്രിക്ക് റെഡ് കളർ, പൊട്ടാസ്യം ക്രോമേറ്റ് ആണ് അവിടുത്തെ ഇൻഡിക്കേറ്റർ, സിൽവർ നൈട്രേറ്റ് ആണ് അവിടുത്തെ ടൈട്രൻ്റ്. ക്ലോറൈഡിൻ്റെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 250 mg/L. പഴയ കോഡിലും പുതിയ കോഡിലും എന്ത് തന്നെയാണ് കാണിച്ചേക്കുന്നത്? 250 mg/L തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സോഴ്സ്, സോ പെർമിസിബിൾ വാല്യൂ എത്രയാണ്? ക്ലോറൈഡ്സിൻ്റെ പെർമിസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 1000 mg/L. ഇതെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ വാല്യൂ, 250 എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ വാല്യൂ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, ടൈട്രൻ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ സിൽവർ നൈട്രേറ്റ് ആയിരുന്നു. ദെൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ക്രോമേറ്റ്. ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എത്രയാണ്? ഇറ്റ് ഈസ് 250 mg/L. ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് എത്രയാണ്? 1000 mg/L ആണ് അവിടുത്തെ ഇത് വരുന്നത്. അടുത്ത് വരുന്നത് സൾഫേറ്റിനെ പറ്റിയാണ്. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ എക്സസ് കോൺസെൻട്രേഷൻ കോസ് ലാക്സേറ്റീവ് പ്രോബ്ലം. ലാക്സേറ്റീവ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിളക്കം, ലൂസ് മോഷൻ എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ സൾഫേറ്റിൻ്റെ അളവ് കൂടിയാൽ എന്ത് ചെയ്യും? ലാക്സേറ്റീവ് പ്രോബ്ലം ഉണ്ടാക്കും. ഇനി ഇത് നമ്മൾ ടർബിഡിമെട്രി മെത്തേഡ് യൂസിങ് ബേരിയം അയോൺസ്, ടർബിഡിമെട്രി മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സൾഫേറ്റ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഹിയർ വി ആർ യൂസിങ് ബേരിയം അയോൺസ്. ഇനി ബേരിയം റിയാക്ട്സ് വിത്ത്, അപ്പോൾ ഇവിടെ നടക്കുന്നത് കഴിഞ്ഞാൽ ബേരിയം എന്ന് പറയുന്ന സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യും, വിച്ച് ഈസ് വെരി ടർബിഡ് ഇൻ നേച്ചർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ടർബിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ടർബിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് ഓഫ് സൾഫേറ്റ് അല്ലേ. സോ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സൾഫേറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ലാക്സേറ്റീവ് പ്രോബ്ലം ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇത് നമ്മൾ ടർബിഡിമെട്രി എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് യൂസിങ് ബേരിയം അയോൺസ്. ബേരിയം അയോൺസ് എന്ത് ചെയ്യും? സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റ് അവിടെ ഫോം ചെയ്യും. ഈ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടർബിഡ് നേച്ചറുള്ള ഒരു സാധനമാണ്. സോ ബേരിയം സൾഫേറ്റ് നമ്മൾ എന്തുമാത്രം ബേരിയം സൾഫേറ്റ് ഫോം ചെയ്തു എന്ന്, അല്ലെങ്കിൽ അവിടുത്തെ ടർബിഡിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടർബിഡിമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ ടർബിഡിറ്റി എന്ന് പറഞ്ഞിട്ട് വിൽ ബി പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് ഓഫ് സൾഫേറ്റ്. എമൗണ്ട് ഓഫ് സൾഫേറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി സൾഫേറ്റിൻ്റെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് പറയുന്നത് 250 mg/L. നമ്മൾ നേരത്തെ ക്ലോറൈഡിൽ എത്രയാണ് പറഞ്ഞത്? ക്ലോറൈഡിലും 250 mg/L തന്നെയാണ്. ഇവിടെ എന്ത് തന്നെയാണ്? 250 mg/L എന്ന് പറഞ്ഞാൽ ഓൾഡ് വാല്യൂ ആണ്. സൾഫേറ്റിൻ്റെ ഓൾഡ് വാല്യൂ 250, ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. ഇൻ ദ ആബ്സൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സോഴ്സ് എത്രയും നമുക്ക് യൂസ് ചെയ്യാം? 400 നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലോറൈഡിൽ ഇൻ ദ ആബ്സൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സോഴ്സ് എത്രയായിരുന്നു? 1000 mg/L ആയിരുന്നു ക്ലോറൈഡിൻ്റെ ലിമിറ്റ്. ഇവിടെ ആണെങ്കിലോ 400, സൾഫേറ്റ് ആണെങ്കിൽ 400 ആണ്. ഓക്കെ, ഇതിൻ്റെ സൾഫേറ്റിൻ്റെ ഓൾഡ് വാല്യൂ എത്രയാണ്? ഡ്രിങ്കിങ് വാട്ടർ അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 250യും പിന്നെ ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 200. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് ഡിസോൾഡ് ഓക്സിജൻ. അപ്പോൾ നമ്മൾ ക്ലോറൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത്? മോഴ്സ് മെത്തേഡാണ് യൂസ് ചെയ്തത്. ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ EDTA മെത്തേഡ്. ആൻഡ് സൾഫേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ടർബിഡിമെട്രി മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോൾഡ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ ഫ്രഷ് ഫോർ ലോങ് ഡ്യൂറേഷൻ. ഓക്കെ, നമ്മുടെ വാട്ടറിൽ ഓക്സിജൻ ഡിസോൾഡ് ഫോമിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ എന്ന് വിളിക്കുന്നത്. ഈ ഡിസോൾഡ് ഓക്സിജൻ വാട്ടറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫ്രഷ് ഫോർ ലോങ് ഡ്യൂറേഷൻ. കുറേ ദിവസത്തേക്ക് എന്തായാലും വാട്ടർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിരിക്കും. ഇനി DOയുടെ ആബ്സെൻസ് ഓഫ് DO ലീഡ്സ് ടു സെപ്റ്റിക് എഫക്റ്റ്. അപ്പോൾ DO കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ വാട്ടറിന് ഒരു സെപ്റ്റിക് എഫക്റ്റ് വരുന്നത്. അതായത് ബേഡ് ടേസ്റ്റും വാട്ടറും വരുന്നത് എപ്പോഴാണ്? ആ വാട്ടറിൻ്റെ DO കുറയുമ്പോഴാണ്. ഓക്കെ, ഇനി ഹൈ എമൗണ്ട് DO ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? അതെന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെയൊക്കെ കൊറോഷന്
കാരണമാകും. ആൻഡ് ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് വിങ്ക്ലേഴ്സ് മെത്തേഡ്. ഇനി ഇതിൽ നമ്മുടെ ടൈറ്ററിൻ്റെ ഏതാണെന്ന് വെച്ചാൽ സോഡിയം തയോസൾഫേറ്റ്. ഏതാണ്? സോഡിയം തയോസൾഫേറ്റ് ആണ് ഡിസോൾഡ് ഓക്സിജനിൽ നമ്മുടെ ടൈറ്ററിൻ്റെ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സ്റ്റാർച്ച് സൊല്യൂഷനാണ്. ഇൻഡിക്കേറ്റർ സ്റ്റാർച്ച് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോറൈഡിൽ ഏതായിരുന്നു? മോസ് മെത്തേഡ് ആയിരുന്നു. ടൈറ്ററിൻ്റെ ഏതായിരുന്നു? സിൽവർ നൈട്രേറ്റ്. ഇൻഡിക്കേറ്റർ പൊട്ടാസ്യം ക്രോമേറ്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തുവാണ്? ടൈറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ സോഡിയം തയോസൾഫേറ്റ് ആണ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് സൊല്യൂഷൻ. കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലൂ ടു കളർലെസ് ആവും. നമ്മുടെ ക്ലോറൈഡ് ആണെങ്കിലോ കളർ ചേഞ്ച് എന്താണ്? ഇറ്റ് ഈസ് യെല്ലോ ടു ബ്രിക്ക് റെഡ് ആയിരുന്നു ക്ലോറൈഡിന്. ഹാർഡ്നെസ്സിനാണെങ്കിൽ കളർ ചേഞ്ച് എന്തായിരുന്നു? ഇറ്റ് ഈസ് വൈൻ റെഡിൽ നിന്നും ബ്ലൂ ആവുക. ഇനി ബ്ലൂവിൽ നിന്നും കളർ ചേഞ്ച് ആണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിസോൾഡ് ഓക്സിജൻ്റെ കളർ ചേഞ്ച് ബ്ലൂ ടു കളർലെസ്. ഇനി ഡിസോൾഡ് ഓക്സിജൻ സ്റ്റാൻഡേർഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ 3 to 4 mg/L വരെയും എന്ത് വേണം? ഡിസോൾഡ് ഓക്സിജൻ വേണം. അപ്പോൾ ഈ ഡിസോൾഡ് ഓക്സിജൻ എന്താണ്? നമ്മുടെ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾഡ് ഇൻ ദ വാട്ടർ ആണല്ലോ. അപ്പോൾ ഈ ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ലോങ് ഡ്യൂറേഷനിൽ ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി ഡിസോൾഡ് ഓക്സിജൻ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് വാട്ടർ എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് എഫക്റ്റ് ഉണ്ടാവും. അതായത് ബേർഡ് ടേസ്റ്റും ഓർഡറും ഒക്കെ വാട്ടറിൽ നിന്നുണ്ടാവും. ഇനി ഹൈ എമൗണ്ട് ഡിസോൾഡ് ഓക്സിജൻ ആയാലും പ്രശ്നമാണ്. കാരണം പൈപ്പൊക്കെ കൊറോഷൻ സംഭവിക്കാൻ കാരണമാകും. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ വിങ്ക്ലേഴ്സ് മെത്തേഡ്. അത് മറക്കരുത്. വിങ്ക്ലേഴ്സ് മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നത്. ഇനി അവിടെ യൂസ് ചെയ്യുന്ന ടൈറ്റർ എന്ന് പറഞ്ഞാൽ സോഡിയം തയോസൾഫേറ്റ് ആണ്. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സ്റ്റാർച്ച് സൊല്യൂഷനാണ്. കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലൂ ടു കളർലെസ് ആണ്. ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എത്രയാണ്? 3 to 4 mg/L. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.